ജഡ്ജിമാർക്കൊക്കെ യഥാർത്ഥം 20 ക്യാഷ് ലീവ് ഒരു വർഷം. അത് എടുത്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അടുത്ത വർഷം അത് കിടക്കത്തൊന്നുമില്ല, അത് നമുക്ക് ക്യാഷ് ചെയ്യാനൊന്നും പറ്റുന്ന, അല്ലാതെ അങ്ങ് പോകും. പക്ഷെ ഞാൻ 23 വർഷം ജഡ്ജിയായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 17 വർഷം ജില്ലാ ജഡ്ജിയായിരുന്നു ഞാൻ. ഈ 17 വർഷക്കാലം എൻ്റെ ലീവിന് അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 3 4 ലീവേ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് ബാക്കി എടുക്കാൻ അറിയാൻ വയ്യാത്തതൊന്നും അല്ല, ഞാൻ എടുത്തിട്ടില്ല. കാരണം അത് എൻ്റെ ജോലി തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ലീവ് എടുക്കത്തില്ല, എൻ്റെ ആവശ്യമില്ല. വിവാഹങ്ങൾക്കും ഒന്നും ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് പിണങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഈ സർവീസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആളുകളൊക്കെ വിരോധികളാണ്. അതിൻ്റെ കാരണം ഇവരുടെ ഒന്നും വീട്ടിൽ ഒരു ചടങ്ങിന് ഞാൻ പോകത്തില്ല, പോയിട്ടേമില്ല, ഒരൊറ്റ വിവാഹത്തിന് പോകത്തില്ല. അവധി ദിവസമുള്ള വിവാഹമാണ്, വല്ല ഞായറാഴ്ച കാണാമെന്നെങ്കിൽ പറ്റുമെങ്കിൽ പോകും. ഒരുപാട് ദൂരെയാണെങ്കിൽ അതും പോകത്തില്ല. ആ ജൂറിസ്ഡിക്ഷന് അടുത്തൊക്കെ ആണെങ്കിൽ ഒരു 10-50 കിലോമീറ്ററിന് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകും. ഇല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്ത് പോകത്തില്ല, കാരണം എനിക്കതിന് സമയമില്ല. കാരണം എൻ്റെ ജോലിയായിരുന്നു എനിക്ക് മുഖ്യം. അതുപോലെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ ആളാവാനല്ല, പക്ഷേ ഇത് ആളുകൾ എടുക്കേണ്ട, ഉദ്യോഗസ്ഥർ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്യാഷ് ലീവ് എന്ന് പറയുന്നത് ഇതുപോലെ അത്യാവശ്യം എടുക്കാനുള്ള ഒരു കാര്യമാണ്. ഒരു മരണം വന്നു, അതിപ്പം നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഒരടുത്ത ബന്ധു മരിച്ചുപോയി, പോകാതിരിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ ഈ ലീവ് എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഈ ലീവ് എടുക്കത്തില്ല. പിന്നെ നമുക്ക് അത്ര വയ്യാതെ അസുഖമായിട്ട് വന്ന ആ ഹോസ്പിറ്റലിലായി 1-2 ദിവസം ചിലപ്പോൾ അതിന് ലീവ് എടുക്കാം. അതല്ലാതെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് മാത്രം എടുക്കേണ്ട ഒന്നാണ് ക്യാഷ് ലീവ് എന്നുള്ള ഒരു ധാരണ വേണം. ഇത് ലീവ് എടുത്ത് തീർക്കുക ചിലര്, അതായത് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത വർഷം വരുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ലീവ് അങ്ങ് പോകും, അടുത്ത വർഷം പുതിയ ലീവാണ്. അതുകൊണ്ട് ബാക്കി കിടക്കുന്നതെല്ലാം ചിലര് എടുത്ത് നേരെ ഒരൊറ്റ അടി എടുത്തങ്ങ് തീർക്കും. എങ്ങനെയെങ്കിലും അത് ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്ന മാതിരിയാണ് ചെയ്യുന്നത്. സാധാരണ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ ലീവ് പെർമിറ്റ് ചെയ്യാനും പാടില്ല. ഈ ക്യാഷ് ലീവ് എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥൻ കൊടുക്കേണ്ടതാണ്, അല്ലാതെ ആ ലീവ് പെർമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കൊടുക്കരുത്. ഈ മേലുദ്യോഗസ്ഥനും ഇങ്ങനെ നീണ്ട അവധി കൊടുക്കാൻ പാടില്ല ഒരിക്കലും. അപ്പൊ ഇത് ഒന്ന് തിരിച്ചറിയണം. അതറിയാതാണ് ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെന്നൊക്കെ പറയുന്നവന്മാർ മൊത്തം ലീവ് എടുത്ത് പോവുകയാണ്. ലീവ് എടുത്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇനി അല്ലെങ്കിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന അവൻ വേറെ ആളുടെ ജോലിക്ക് കൊടുക്കും. അവിടൊക്കെ ഇതൊക്കെ ചെയ്യും. കാരണം ഇവരൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു ധാരണയുണ്ട്. അങ്ങനെ ആകരുത് ഈ ഉദ്യോഗസ്ഥര്.